കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 7 വയസ്സുകാരന്റെ ദേഹത്ത് ഉപയോഗിച്ച സിറിഞ്ച് കുത്തിക്കയറിയതിൽ നടപടിയെടുക്കാതെ ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അടുത്ത 12 വർഷം HIV പരിശോധന നടത്തണമെന്നാണ് കുട്ടിയുടെ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയപ്പോഴാണ് 1 മാസം മുമ്പ് കുട്ടിയുടെ ദേഹത്ത് സിറിഞ്ച് കുത്തിക്കയറിയത്. കഴിഞ്ഞ മാസം 19-നാണ് പനിയെ തുടർന്ന് കായംകുളം ചിറക്കടവും സ്വദേശികളായ മാതാപിതാക്കൾക്കൊപ്പം 7 വയസ്സുള്ള മകനും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. അത്യാഹിത വിഭാഗത്തിലെത്തിച്ച കുട്ടിയെ കട്ടിലിൽ കിടത്തിയപ്പോഴാണ് സൂചി കുട്ടിയുടെ തുടയ്ക്കുമുകളിൽ തുളച്ചു കയറിയത്. മറ്റു രോഗികൾക്ക് കുത്തിവെച്ച സൂചിയാണ് കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് H1N1 ഡെങ്കിപ്പനി പോലുള്ള പരിശോധനകളും നടത്തി. മെഡിക്കൽ കോളേജിൽ HIV പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ സ്വകാര്യ ലാബുകളിലാണ് പരിശോധനകൾ നടത്തിയതെന്നും ഒരു ടെസ്റ്റിന് 20,000 രൂപ വരെ ചിലവായെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. 14 വർഷം HIV അടക്കമുള്ള പരിശോധനകൾ നടത്തണമെന്നാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചത്. ഈ റിസൾട്ടും കാര്യങ്ങളും കാണിച്ചപ്പം അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഇത് പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം ഇരിക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ്. അങ്ങനെ ഏകദേശം 14 വർഷത്തോളം അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാലക്രമേണ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 99.99% ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ 99.9% ഉണ്ടാകാൻ ചാൻസ് ഇല്ലെന്ന് പറയും. 1% എന്താണ് ഇവർ തീർത്ത് പറയാത്തതെന്നാണ് എൻ്റെ സംശയം. സംഭവത്തിൽ പോലീസിന് പുറമെ ആരോഗ്യമന്ത്രിക്കും ഇമെയിൽ വഴി പരാതി നൽകിയെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്നും നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും ഒരു വിവരവും തിരക്കിയില്ലെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു. ആശുപത്രി അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയാണ് 7 വയസ്സുകാരന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരവും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇനിയൊരാൾക്കും ഈ അവസ്ഥ വരരുത്. റിപ്പോർട്ടർ, ആലപ്പുഴ.